ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ആക്ടിവിറ്റിയുമായിട്ടാണ്. സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന ലെസണിലെ എല്ലാ ആക്ടിവിറ്റീസും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ? എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാമല്ലോ. ഒന്നാമത്തെ ആക്ടിവിറ്റി, യു ഹാവ് റീഡ് ദ സ്റ്റോറി സോൾട്ട് ഇൻ ഹിസ് ഷൂസ്, ഹാവിൻറ്റ് യു? നൗ ലെറ്റ്സ് പ്ലേ എ ഗെയിം. റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. ഈ സ്റ്റോറി ഒന്നുകൂടി വായിക്കുക എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇൻസ്ട്രക്ഷൻസ് നോക്കാം. എന്തൊക്കെയാണ്? വൺ ഓഫ് യു മേ സിറ്റ് ഇൻ ദ ഹോട്ട് സീറ്റ് ടോക്കിംഗ് ദ റോൾ ഓഫ് എനി ഫേമസ് സ്പോർട്സ് സ്റ്റാർ. നമ്മളൊരു ഹോട്ട് സീറ്റിൽ ഇരിക്കുക, നമ്മൾ സ്വയം ഒരു ഫേമസ് ആയ ഒരു സ്പോർട്സ് സ്റ്റാർ ആണെന്ന് വിചാരിക്കുക. യുവർ ഫ്രണ്ട്സ് വിൽ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ചില ക്വസ്റ്റ്യൻസ്, ഇൻ്റർവ്യൂ പോലെ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് നിങ്ങൾ ആൻസർ കൊടുക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ് ചോദിക്കും നിങ്ങളെപ്പറ്റി ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതിന് ഓരോ ആൻസർ നിങ്ങൾ പറയുക. ഓക്കെ, ഇനി ആക്ടിവിറ്റി 2 നോക്കാമല്ലോ. യു ഹാവ് ലിസൺ ടു ദ സ്റ്റോറി. നൗ സിറ്റ് ഇൻ 2 ഗ്രൂപ്പ്സ്. Your teacher will read the first part of the sentence. You may add the remaining part as quick as you can. If the first group fails, the change will pass to the second group. എന്താണ് പറയുന്നത്? ഇവിടെ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന ആക്ടിവിറ്റിയാണിത്. ടീച്ചർ ഒരു സെൻറ്റൻസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വായിക്കും. അപ്പോൾ കുട്ടികൾ 2 ഗ്രൂപ്പായിട്ടുണ്ടാവും. ഇപ്പോൾ ഏത് ഗ്രൂപ്പാണോ അതിൻ്റെ ബാക്കി ഫസ്റ്റ് കണ്ടെത്തുന്നത് ആ ഗ്രൂപ്പ് വിന്നറായിരിക്കും. ഇത് രണ്ടും ക്ലാസ്സിൽ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. ഇനി മൂന്നാമത്തേത് നോക്കാം. ആക്ടിവിറ്റി 3, കംപ്ലീറ്റ് ദ വേർഡ് വെബ് യൂസിങ് വേർഡ്സ് ഫോർ ദ മൂവ്മെൻറ്റ്സ് മെയ്ഡ് ഇൻ ദ ബാസ്കറ്റ്ബോൾ ഗെയിം. ബാസ്കറ്റ്ബോൾ ഗെയിമായി ബന്ധപ്പെട്ട മൂവ്മെൻറ്റ്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ബൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോളിനെ കൊണ്ട് ഇങ്ങനെ താഴോട്ടേക്ക് തട്ടി കളിക്കുക, അതാണ്. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? ലേ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റക്കൈ ഉപയോഗിച്ച് ബോൾ എറിയുന്നത്, അതാണ് ലേ അപ്പ്. ഇനി ഷൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാസ്ക്കറ്റിലേക്ക് ഉന്നം വെക്കുമല്ലോ, അതാണ് ഷൂട്ട്. അത് നമുക്കറിയാം സാധാരണ. പിന്നെ പാസ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബോൾ കൈമാറുന്നതിനാണ് പാസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഡ്രിബിളും ബൗൺസും സെയിം ആണ്. ഇങ്ങനെ ബോൾ തട്ടി കളിക്കുന്നതിനും ഡ്രിബിൾ തന്നെയാണ് പറയുക. പിന്നെ റൺ നമുക്കറിയാം, ഓടുക അല്ലേ? അത് ഉന്നം വെച്ച് നമ്മൾ ഓടുന്നുണ്ട്. ആ ബാസ്ക്കറ്റ് ബോളിൻ്റെ ആ ഒരു ബാസ്ക്കറ്റിലേക്ക് നമ്മൾ ഉന്നം വെച്ച് ഓടുന്നുണ്ട്, അല്ലെങ്കിൽ ബോൾ എടുക്കാൻ ഓടും അല്ലേ? അപ്പോൾ ഓടുക എന്നാണ്. അപ്പോൾ ആക്ടിവിറ്റി 3 ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി 4, റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് മൈക്കിൾ. യു ക്യാൻ യൂസ് ദ വേർഡ്സ് ഇൻ ദ വേർഡ് ക്ലൗഡ്സ് അല്ലേ? ഈ ക്ലൗഡ്സിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് മൈക്കിളിനെ കുറിച്ച് കുറച്ച് സെൻറ്റൻസസ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഹി വാസ് ബോൺ ഇൻ USA. ഹി ഹെൽപ്ഡ് ഹിസ് ടീം ടു വിൻ ദ ഗെയിം. ഹി വർക്ക്ഡ് ഹാർഡ്. ഹിസ് മദർ ഹെൽപ്ഡ് എ ലോട്ട് ഹിം ടു ബിക്കം എ ഗുഡ് പ്ലെയർ. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്. ഇവിടെ കുറച്ച് ട്രീസ് കൊടുത്തിട്ടുണ്ട്. മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, അതേപോലെ തന്നെ കോക്കനട്ട് ട്രീ. അപ്പോൾ ഇതിന് ഓരോന്നിനെയും കമ്പയർ ചെയ്യാണ് വേണ്ടത്. സ്മോൾ ആണോ ടോൾ ആണോ എന്ന് കമ്പയർ ചെയ്യണം. ഐ ആം എ മാംഗോ ട്രീ. ഐ ആം സ്മോളർ ദാൻ ദ ജാക്ക് ഫ്രൂട്ട് ട്രീ അല്ലേ? ജാക്ക് ഫ്രൂട്ട് ട്രീയേക്കാൾ ചെറുതാണ് മാംഗോ ട്രീ എന്നാണ് പറയുന്നത്. ഐ ആം ദ സ്മോളസ്റ്റ് എമംഗ് 3 ട്രീസ്. ഈ 3 ട്രീകളിൽ വെച്ച് ഏറ്റവും ചെറുത് ഞാനാണ്, സ്മോളസ്റ്റ്. ഇനി നെക്സ്റ്റ്, ഐ ആം എ ജാക്ക് ഫ്രൂട്ട് ട്രീ. ഐ ആം ടോളർ ദാൻ ദ മാംഗോ ട്രീ. ഞാൻ ജാക്ക് ഫ്രൂട്ട് ട്രീ ആണ്, പ്ലാവാണ്. ഐ ആം ടോളർ ദാൻ ദ മാംഗോ ട്രീ. ഞാൻ മാംഗോ ട്രീയേക്കാൾ ഉയരമുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഐ ആം എ കോക്കനട്ട് ട്രീ. ഞാനൊരു തെങ്ങാണ്. ഐ ആം ടോളർ ദാൻ ദ ജാക്ക് ഫ്രൂട്ട് ട്രീ. ഞാൻ ജാക്ക് ഫ്രൂട്ട് ട്രീയേക്കാൾ നീളമുണ്ട്. ഐ ആം ദ ടോളസ്റ്റ് എമംഗ് ദ 3 ട്രീസ്. 3 ട്രീയിലും വെച്ച് ഏറ്റവും നീളം ഞാനാണ്. ഓക്കെ, അതിന് ടോളസ്റ്റ് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ആക്ടിവിറ്റി 6, ആൽഫ wrote a description of what she saw in a garden. Read the descriptions and fill in the blanks with the suitable form of the words given in the brackets. അപ്പം ആ ബ്രാക്കറ്റിൽ കൊടുത്ത ആ വേർഡിന് അനുയോജ്യമായത് ആക്കുക എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കാണിക്കുന്നത് എന്തൊക്കെയാണ്? There were 3
റോസ് ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ. അവിടെ ഗാർഡനിൽ 3 റോസ് ഫ്ലവേഴ്സ് ഉണ്ട്. 1 ഫ്ലവർ വാസ് ബിഗ്. അവിടെ ബ്രാക്കറ്റിൽ ബിഗ് ഉള്ളത്, അപ്പോൾ നമുക്ക് എന്ത് ചേർക്കാം? ബിഗ്ഗർ. അതെങ്ങനെയാണ് ബിഗ്ഗർ വന്നത് എന്ന് പറഞ്ഞാൽ, ബിഗ് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉള്ളത്? ദാനാ ഉള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് ദാൻ ആണെങ്കിൽ ER ഫോമാണ് ചേർക്കേണ്ടത്. അതായത് ബിഗ് ആകുമ്പോൾ ബിഗ്ഗർ ആവും. ഇനി നമുക്ക് അടുത്ത് അങ്ങ് താഴോട്ട് നോക്കാമല്ലോ. സ്വീറ്റിൻ്റെത് സ്വീറ്റർ ദാൻ. അപ്പോൾ ദാൻ ഉണ്ട് അപ്പോൾ സ്വീറ്റർ എന്നാവും. പിന്നെ സ്വീറ്റസ്റ്റ് എന്ന് വരുന്നത് അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് എന്ന് വരുന്നത് ദാ ചേർക്കുമ്പോഴാണ്. Activity 7. Michael's team won the game. He was very happy. He wrote his feelings in his diary. What would be his diary entry? അല്ലേ? അപ്പോൾ അന്നത്തെ ദിവസം മൈക്കിളിൻ്റെ ടീം വിജയിച്ചു. അപ്പോൾ ആ സന്തോഷത്തിൽ മൈക്കിൾ അന്ന് എഴുതുന്ന ഒരു ഡയറിയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. I am very happy today because our team won the game. ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ്, കാരണം ഞങ്ങളുടെ ടീം കളി ജയിച്ചു. My father and mother helped a lot me to win this game. എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ ഗെയിം നേടാൻ വേണ്ടി. Mark, a boy on our opposite team, would always make fun of me. ഓപ്പോസിറ്റ് ടീമിലെ മാർക്ക് എപ്പോഴും എന്നെ കളിയാക്കും. He is taller than me. എന്തിനാണ് കളിയാക്കുന്നത്? അവന് എന്നേക്കാൾ നീളമുണ്ട്. So he also teases me about my height. അപ്പോൾ അതുകൊണ്ട് അവൻ എപ്പോഴും എന്നെ കളിയാക്കും. ഏതിൻ്റെ പേരിലാണ് കളിയാക്കുന്നത്? എൻ്റെ ഹൈറ്റിൻ്റെ പേരിൽ. ഓക്കെ. പിന്നെ മൈ മദർ ഓൾവേസ് യൂസ്ഡ് ടു പുട്ട് സോൾട്ട് ഇൻ മൈ ഷൂസ്. എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ ഷൂസിനകത്ത് ഉപ്പിടുമായിരുന്നു. സ്റ്റിൽ ഐ ഡിഡ്ന്റ് ഗെയിൻ എൻ ഇഞ്ച്. എന്നിട്ടും ഞാൻ 1 ഇഞ്ച് പോലും വളർന്നില്ല. സോ ഐ ആം വെരി സാഡ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സങ്കടമുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് മൈ ഫാദർ ഗേവ് മീ മോട്ടിവേഷൻ. അവസാനം എൻ്റെ അച്ഛൻ എനിക്കൊരു മോട്ടിവേഷൻ തന്നു, ഒരു ഇൻസ്പിറേഷൻ തന്നു. ഹി സെഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് അവർ ഹൈറ്റ് ബട്ട് അവർ ഹാർഡ് വർക്ക്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? നമ്മുടെ ഹൈറ്റിലൊന്നും കാര്യമില്ല, ഹാർഡ് വർക്കിലാണ് കാര്യമെന്ന്. ആൻഡ് ഡിറ്റർമിനേഷൻ ദാറ്റ് മേക്സ് അസ് സക്സസ്ഫുൾ. ഹാർഡ് വർക്ക് മാത്രമല്ല, ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ, നമ്മൾ ഉറച്ച തീരുമാനങ്ങളും ഹാർഡ് വർക്കുമാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക. ഐ വർക്ക്ഡ് ഹാർഡ്. അങ്ങനെ ഞാൻ കഠിനാധ്വാനം ചെയ്തു. സോ ഐ വാസ് ഏബിൾ ടു ബീറ്റ് മാർക്സ് ടീം ആൻഡ് വോൺ ദ ഗെയിം. അങ്ങനെ ഞാൻ മാർക്കിൻ്റെ ടീമിനെ തോൽപ്പിച്ചു, ഞങ്ങൾ വിജയം കൈവരിച്ചു. ഓക്കെ. ടുഡേ ഐ റിയലൈസ്ഡ് ദാറ്റ് വാട്ട് മൈ ഫാദർ സെഡ് വാസ് റൈറ്റ്. ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു, അന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞത് വളരെയധികം ശരിയാണെന്ന്. ഐ വിൽ നെവർ ഫോർഗോട്ട് ദിസ് ഡേ. ഞാൻ ഒരിക്കലും ഈ ദിവസം മറക്കുകയില്ല. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 7 മൈക്കിൾസ് ഡയറി. ഓക്കെ. ഇനി ആക്ടിവിറ്റി 8 വിപിൻ എന്ന് പറയുന്ന ഒരു കുട്ടി മൈക്കിളിന് കത്ത് എഴുതുന്നതാണ്. അപ്പോൾ കത്തിൻ്റെ ഫോർമാറ്റ് സ്ഥലം എഴുതും, പിന്നെ അതേപോലെ തന്നെ ഡേറ്റ് എഴുതും. പിന്നെ നമ്മൾ ഡിയർ മൈക്കിൾ എന്ന് എഴുതിയിട്ടുണ്ട്, മൈക്കിളിന് അയക്കുന്നതായതുകൊണ്ട്. ഇവിടെ മെയിനായിട്ട് പറയുന്നത് എന്താണ്? ഹോപ്പ് യു ആർ ഫൈൻ അല്ലേ? നമ്മൾ സാധാരണ കത്തിൽ നിങ്ങൾക്ക് സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ പറയും അല്ലേ? അപ്പോൾ ഈ കുട്ടി മെയിനായിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആ ഒരു കളിയെക്കുറിച്ചും ആ കളിയിൽ നേടിയ വിജയത്തെക്കുറിച്ചും ഒക്കെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു കത്താണ് വിപിൻ അയച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ കത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് എന്താണ് പറയുന്നത്? താങ്ക് യു പറയുന്നുണ്ട്, സിൻസിയർലി, പിന്നെ നെയിം, ആരാണോ എഴുതുന്നത് അവരുടെ നെയിം. ഇനി നമുക്ക് ഈ ആക്ടിവിറ്റിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വിപിന് മൈക്കിൾ റിപ്ലൈ അയക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. നമ്മളിപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ ഫസ്റ്റ് മേലെ സ്ഥലത്തിൻ്റെ പേര് എഴുതും. അതായത് മൈക്കിളിൻ്റെ സ്ഥലം ന്യൂയോർക്കിലാണ്, അമേരിക്കയിൽ. അപ്പോൾ ന്യൂയോർക്ക്, അമേരിക്ക. പിന്നെ ഡേറ്റ് എഴുതി 1/4/2024. ഏത് ഡേറ്റ് വേണമെങ്കിലും എഴുതാം. നമ്മളിപ്പോൾ ആ ഡേറ്റാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ എന്താണ് പറയുന്നത്? ഡിയർ വിപിൻ. അപ്പോൾ വിപിനാണ് കത്ത് എഴുതുന്നത് അല്ലേ? അപ്പോൾ മൈക്കിളാണ് എഴുതുന്നത്. അപ്പോൾ ഡിയർ വിപിൻ എന്ന് എഴുതി. പിന്നെന്താ? റിസീവ്ഡ് യുവർ ലെറ്റർ യെസ്റ്റർഡേ. നിൻ്റെ കത്ത് ഇന്നലെ എനിക്ക് കിട്ടി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. നിൻ്റെ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഐ ആം ടു നോ ദാറ്റ് മൈ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ഇൻസ്പയർഡ് യു. എനിക്കറിയാം എൻ്റെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും നിന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന്.
ഇറ്റ് ഹാവിൻറ്റ് ബീൻ ഈസി ബട്ട് വിത്ത് ദ സപ്പോർട്ട് ഓഫ് മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഇത് അത്ര എളുപ്പമായിരുന്നില്ല, പക്ഷേ എൻ്റെ ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എളുപ്പമായത്. ഐ ഹാവ് ലേൺ ടു ബി കോൺഫിഡൻറ്റ്. എനിക്ക് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അല്ലേ. ഓഫ് കോഴ്സ് ഇഫ് യു ഹാവ് എ ഗോൾ ഇൻ യുവർ ലൈഫ് യു ടു വർക്ക് ഹാർഡ് ടു അച്ചീവ് ഇറ്റ്. നിനക്കും ഇതുപോലെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഇതുപോലെ പ്രയത്നിച്ചാൽ എളുപ്പത്തിൽ നേടാൻ വേണ്ടി സാധിക്കും. ഐ കൺക്ലൂഡ് മൈ വേർഡ്സ് വിത്ത് താങ്കിങ് യു വൺസ് അഗെയിൻ ഫോർ യുവർ എൻകറേജ്മെൻറ്റ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിനക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. പിന്നെ അവസാനം എന്ത് എഴുതിയിട്ടുണ്ട്? വിത്ത് ലവ് മൈക്കിൾ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അതേപോലെ തന്നെ ഡേറ്റ് എഴുതേണ്ടതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ആക്ടിവിറ്റി 9 പറയുന്നത് ഹിയർ ഈസ് എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് ദ ഫേമസ് ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ രാജേന്ദ്ര സിംഗ് രഹേലു. ഇന്ത്യയുടെ ഫേമസ് വെയ്റ്റ് ലിഫ്റ്റർ രാജേന്ദ്ര സിംഗ് രഹേലുവിൻ്റെ ഒരു പ്രൊഫൈൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ മാത്രം എഴുതുക എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാമല്ലോ. പ്രൊഫൈലിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്തെഴുതുകയാണ് ഇവിടെ ചെയ്യുന്നത്. എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കിയാലോ. ആദ്യം കൊടുത്തിട്ടുള്ളത് ബർത്ത് 22 ജൂലൈ 1973 അറ്റ് മേസാംപൂർ ഇൻ പഞ്ചാബ്. പഞ്ചാബിലെ മേസാംപൂർ എന്ന സ്ഥലത്ത് 22 ജൂലൈ 1973 അദ്ദേഹം ജനിച്ചു. പിന്നെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത്. ബിഗാൻ ഹിസ് കരിയർ ബൈ ലിഫ്റ്റിംഗ് എ വെയ്റ്റ് ഓഫ് 75 കിലോഗ്രാം ദെൻ പ്രോഗ്രസ്ഡ് ടു ലിഫ്റ്റിംഗ് 115. ആദ്യം ഇദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് 75 കിലോഗ്രാം ഭാരം ഉയർത്തിയാണ്. പിന്നീട് അത് ഏതിലേക്ക് എത്തി എന്നാണ് പറയുന്നത്? 115 കിലോഗ്രാം. ഇനി അടുത്തത് പറയുന്നത് അച്ചീവ്മെൻറ്റ്സ് ആണ്. അച്ചീവ്മെൻറ്റ്സ് മീൻസ് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ. സിൽവർ മെഡൽ ഇൻ പവർ ലിഫ്റ്റിംഗ് അറ്റ് ദ കോമൺവെൽത്ത് ഗെയിംസ് 2014. 2014 കോമൺവെൽത്ത് ഗെയിമിൽ എന്ത് കിട്ടിയിട്ടുണ്ട്? സിൽവർ മെഡൽ കിട്ടിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 10. റീഡ് ദ ഫോളോയിങ് ഹിൻസ് റിലേറ്റഡ് ടു അരുണിമ സിൻഹ ആൻഡ് റൈറ്റ് ഹെർ പ്രൊഫൈൽ. ഇവിടെ അരുണിമ സിൻഹയുടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡേറ്റ് ഓഫ് പ്ലേസ് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്, പാരൻസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അച്ചീവ്മെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് ഒരു പ്രൊഫൈൽ തയ്യാറാക്കണം. അരുണിമ സിൻഹ വാസ് ബോൺ ഓൺ ജൂലൈ 20, 1989 ഇൻ അംബേദ്കർ നഗർ നിയർ ലക്നൗ, ഉത്തർപ്രദേശ്. Her father was an Indian Army official and her mother was supervisor in the health department. Arunima is a talented sports person who played volleyball for India 7 times. She was the first woman amputee to climb Mount Everest. ആദ്യം ഇവിടെ പറയുന്നത് ജനിച്ച സ്ഥലവും വർഷവും ഡേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഫാദർ ആൻഡ് മദർ. ഫാദർ ആരാണ്? ഇന്ത്യൻ ആർമി ഓഫീസറാണ്. അതേപോലെ തന്നെ മദർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സ്റ്റാഫാണ്, സൂപ്പർവൈസറാണ്. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി വോളിബോൾ കളിച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം കളിച്ചിട്ടുണ്ട്? 7 ടൈംസ്, 7 പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാന അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് അംഗവൈകല്യമുള്ള ആദ്യത്തെ സ്ത്രീ. എങ്ങനെയുള്ള സ്ത്രീയാണ്? ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് കയറിയ ആദ്യത്തെ അംഗവൈകല്യമുള്ള സ്ത്രീയാണ് ആര്? അരുണിമ സിൻഹ. അപ്പോൾ ഇത്രയുമാണ് ഈ ലെസണിലെ ആക്ടിവിറ്റീസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്